Hello Makkals, welcome to Interval Classes. It's me Adil sir. എടാ മക്കളെ, നമ്മൾ സോഷ്യൽ സയൻസ് ഹിസ്റ്ററിയിലെ 5ാമത്തെ ചാപ്റ്റർ അല്ലേ? എന്താ ചാപ്റ്ററിന്റെ പേര്? പബ്ലിക് ഒപ്പീനിയൻ ഇൻ ഡെമോക്രസി അല്ലെ, അതായത് പൊതുജനാഭിപ്രായം ജനാധിപത്യത്തിൽ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ. ഈ ചാപ്റ്ററിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്? ഏറ്റവും ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വാട്ട് ഈസ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ, എന്താണ് പൊതുജനാഭിപ്രായം? എന്താ പൊതുജനാഭിപ്രായം? ഇറ്റ് ഈസ് ദ ജനറൽ ഒപ്പീനിയൻ ഓഫ് ദി പീപ്പിൾ അബൌട്ട് ദി ഇഷ്യൂസ് അഫക്റ്റിംഗ് ദം അല്ലെ, അതായത് ജനങ്ങളെ ബാധിക്കുന്ന പൊതുവായ വിഷയങ്ങളിൽ ജനങ്ങൾക്കുള്ള പൊതുവായിട്ടുള്ള അഭിപ്രായം, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? പൊതുജനാഭിപ്രായം. സിമ്പിൾ ആണല്ലോ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? വാട്ട് ഈസ് പബ്ലിക് ഒപ്പീനിയൻ. ദെൻ രണ്ടാമത് വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ, പൊതുജനാഭിപ്രായത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? ഒരു 5-6 പോയിന്റ് ഉണ്ട് അല്ലെ. എന്താണ്? അതായത് ഒരുപാട് ഡൈവേഴ്സ് ഒപ്പീനിയൻസ് ഉണ്ടാവും. അങ്ങനെ ഒരു 5-6 പോയിന്റ് നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ, പൊതുജനാഭിപ്രായത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഏജൻസീസ് ദാറ്റ് ഷേപ്പ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ, പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന ഏജൻസികൾ. ഇത് ലാസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇത് നേരിടുന്ന ചാലഞ്ചസ്, വെല്ലുവിളികൾ. ഓക്കെ, ഇതിൽ നമ്മൾ ഏജൻസികളെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് അല്ലെ. നമ്മൾ ഒരുപാട് ഏജൻസികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പൊതുജനാഭിപ്രായം പബ്ലിക് ഒപ്പീനിയൻ രൂപപ്പെടുത്തുന്ന ഒരുപാട് ഏജൻസികളുണ്ട്. ഒന്നാണ് ഫാമിലി അല്ലെ, നമ്മുടെ കുടുംബം. രണ്ടാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, നമ്മൾ പഠിക്കുന്ന നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. 3 പിയർ ഗ്രൂപ്പ്സ്, അതായത് നമ്മുടെ സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ. 4 മീഡിയ അല്ലെ, നമ്മുടെ മാധ്യമങ്ങൾ അല്ലെ. 5ാമത്തതാണ് പൊളിറ്റിക്കൽ പാർട്ടീസ് അല്ലെ, രാഷ്ട്രീയ പാർട്ടികൾ. 6ാമത്തതാണ് എന്ത്? നമ്മുടെ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും ദെയർ ആക്ടിവിറ്റീസ് ഒക്കെ. പിന്നെ ഒരു ഒപ്പീനിയൻ പോൾ, അഭിപ്രായ വോട്ടെടുപ്പുണ്ട്. ദെൻ ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അല്ലെ, കലയും സാഹിത്യവും. ഇതൊക്കെ എന്താണ്? നമ്മുടെ പബ്ലിക് ഒപ്പീനിയൻ, പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്ന വിവിധ തരം ഏജൻസികളാണ്. മക്കളെ ഉറപ്പിച്ചോ, നിങ്ങളുടെ അരക്കൊല്ല പരീക്ഷയ്ക്കും അതുപോലെ മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനൊക്കെ എന്തായാലും ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉണ്ടാവും. ഷുവറാണ്, ഏജൻസികളെ കുറിച്ച് ചോദ്യം ഉണ്ടാവും. ഉറപ്പാണ്, ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. പക്ഷെ ഏജൻസികൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഒരു പരീക്ഷയ്ക്ക് ഫാമിലി ആണെങ്കിൽ അടുത്തതിന് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കും. ചിലപ്പോൾ അടുത്ത എക്സാമിന് ഏതായിരിക്കും? മീഡിയനെ കുറിച്ചായിരിക്കും ചോദിക്കുക. പിറ്റത്തെ എക്സാമിന് ഇപ്പോൾ ഒപ്പീനിയൻ പോൾ ആയിരിക്കും. അടുത്ത എക്സാമിന് പൊളിറ്റിക്കൽ പാർട്ടീസ് ആയിരിക്കും. എന്തായാലും ഏജൻസിനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാതെ നിങ്ങൾ ഒരു എക്സാം എന്ത് ചെയ്യൂല, ഉണ്ടാവൂല. ഓക്കെ അല്ലേ? അപ്പൊ ചോദ്യം എങ്ങനെയായിരിക്കും വരിക? ഹൗ അല്ലെങ്കിൽ ഹൗ ഫാമിലി ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫ്ലുവൻസ് ഇൻ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ. പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുന്നതിൽ ഫാമിലി, നമ്മുടെ കുടുംബം, അതുപോലെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവ എങ്ങനെയാണ് സ്വാധീനം ചെലുത്തുന്നത്? ആ രീതിയിലൊരു ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ ഫാമിലി എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് പിയർ ഗ്രൂപ്പ്സ് എന്നായിരിക്കും, സമപ്രായ സംഘങ്ങൾ. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ എന്ത് ചെയ്യും? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മാറ്റിയിട്ട് എന്താവാം? പൊളിറ്റിക്കൽ പാർട്ടീസ് എന്നാവാം. അല്ലെങ്കിൽ എന്തായിരിക്കും? ഒപ്പീനിയൻ പോൾ എന്നായിരിക്കാം. അല്ലെങ്കിൽ എന്തായിരിക്കും? ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും ചോദ്യം: കലയും സാഹിത്യവും ഒരു വ്യക്തിക്ക് അഭിപ്രായ രൂപീകരണത്തെ ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കുന്നു? അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ അഭിപ്രായ രൂപീകരണത്തെ കലയും സാഹിത്യവും എങ്ങനെയെല്ലാം സ്വാധീനിക്കുന്നു? ആ രീതിയിലൊക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ വരും. ഓക്കെ ആണല്ലോ? സെറ്റ് ആണല്ലോ? ആ കീവേഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, സെറ്റ്. അപ്പൊ നമുക്ക് ഒന്ന് നോക്കാം. ഒന്നാമത്തത് ഫാമിലി, കുടുംബം. മക്കളെ, നമുക്കറിയാം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ അഭിപ്രായം രൂപീകരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നത് അവരുടെ കുടുംബമാണ് അല്ലെ. സ്വാഭാവികമായിട്ടും ഏതൊരു മനുഷ്യന്റെയും വ്യക്തിത്വ രൂപീകരണം ആയിക്കോട്ടെ, ആ വ്യക്തിയുടെ സോഷ്യലൈസേഷൻ പ്രോസസ് അല്ലെ, സാമൂഹ്യവൽക്കരണം ആയിക്കോട്ടെ, ഇതൊക്കെ ആരംഭിക്കുന്നത് എവിടുന്ന? വീട്ടിൽ നിന്നാണ് അല്ലെ. അപ്പം ആ ഒരു കുട്ടി ഏത് വീട്ടിൽ നിന്നാണ് വരുന്നത് എന്നതനുസരിച്ച് ആ കുട്ടിയുടെ കാഴ്ചപ്പാടുകൾക്കും ആ കുട്ടിയുടെ അഭിപ്രായങ്ങൾക്കൊക്കെ എന്തുണ്ടാവും? വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ ക്ലാസ്സിൽ വന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ഒരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ ഈ ക്ലാസ്സിലിരിക്കുന്ന പല കുട്ടികളും പല അഭിപ്രായമായിരിക്കും പറയാം അല്ലെ. ഒരേ വിഷയത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ ഒരു ഉത്തരം പറയോ? ഒരേ അഭിപ്രായം പറയോ? ഇല്ല. 60 കുട്ടികളുള്ള ക്ലാസ് ആണെങ്കിൽ ചിലപ്പോൾ 60 അഭിപ്രായങ്ങൾ ഇവിടെ ഉണ്ടാവും അല്ലെ. ഈ അഭിപ്രായങ്ങൾ എന്തുകൊണ്ട് വ്യത്യാസമായി വന്നു? എല്ലാ കുട്ടികളും എന്തുകൊണ്ട് ഒരേപോലത്തെ ഉത്തരം പറഞ്ഞില്ല? ഇതിന്റെ പിന്നിൽ ഒരു
ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലെ, ഒരുപാട് ഏജൻസികൾ എന്ത് ചെയ്തിട്ടുണ്ട്, അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഓരോ കുട്ടികളും ഓരോ വീട്ടിൽ നിന്നാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും അവർ വരുന്ന വീട് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ അഭിപ്രായ രൂപീകരണത്തെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ. ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും അഭിപ്രായ രൂപീകരണത്തിൽ ഏറ്റവും അടിസ്ഥാനപരമായ പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്ത്, അവരുടെ ഫാമിലി എന്നുള്ളത്. അപ്പം സോഷ്യലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തൊട്ടാണ്, നമ്മുടെ ഫാമിലിയിൽ നിന്നാണ്. മക്കളെ, നമ്മൾ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തും അല്ലാത്ത സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ ചർച്ചകൾ നടത്തും അല്ലേ. നമ്മൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. വലിയ എന്താ പറയുക, അന്താരാഷ്ട്ര പൊളിറ്റിക്സ് ഒന്നുമില്ല, ചെറിയ തരത്തിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള പൊളിറ്റിക്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ രാഷ്ട്രീയത്തെക്കുറിച്ച് കേട്ടു തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ ആദ്യ പടികൾ നമ്മൾ കേട്ടു തുടങ്ങുന്നത് എവിടുന്ന, അത് നമ്മുടെ വീട്ടിൽ നിന്നാണ് അല്ലേ. മതങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അല്ലേ. ഓരോ വീട്ടിലും ഓരോ മതം ഉണ്ടാവും, അതിൻ്റെ ആചാരങ്ങൾ ഉണ്ടാവും, അതിൻ്റെതായിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ മദ്രസയിലോ അല്ലെങ്കിൽ അമ്പലങ്ങളിലോ അല്ലെങ്കിൽ ചർച്ചുകളിലൊക്കെ പോകുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എവിടെ നിന്ന് കേട്ട് മനസ്സിലാക്കുന്നുണ്ട്, വീടുകളിൽ നിന്ന് കേട്ട് മനസ്സിലാക്കുന്നുണ്ട് അല്ലെ. സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിയുടെ പൊളിറ്റിക്സ് ആയിക്കോട്ടെ, വിശ്വാസങ്ങൾ, ബിലീഫ്സ് ആയിക്കോട്ടെ, റിലീജിയൻ, മതത്തിന്റെ കാര്യങ്ങളായിക്കോട്ടെ, ലിറ്ററേച്ചർ, സാഹിത്യം അല്ലെ, നമ്മൾ വീടുകളിൽ സാഹിത്യം ചർച്ച ചെയ്യാറുണ്ട് അല്ലെ. എല്ലാ വീടുകളിലും വലിയ വലിയ നോവലുകളെ കുറിച്ചൊന്നും ചർച്ച ചെയ്യണമെന്നില്ല, എന്നാലും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സിനിമകളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് അല്ലെ. ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന പാട്ടുകളെ കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട് അല്ലെ. അതൊക്കെ മതി, അതൊക്കെ തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ മക്കളെ ശ്രദ്ധിക്കുക, ഫാമിലി എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്തുന്നത് നോക്കാം. ഒന്നാമത്തത് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് നമുക്ക് കൊടുക്കാം, സോഷ്യലൈസേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, വീട്ടിൽ നിന്നാണ്. ഏതൊരു വ്യക്തിയുടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടും അവരുടെ അഭിപ്രായ രൂപീകരണത്തിൽ അല്ലെങ്കിൽ സോഷ്യലൈസേഷൻ പ്രോസസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നാണ്, വീട്ടിൽ നിന്നാണ് അല്ലെ. രണ്ടാമത്തത്, നമുക്ക് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരുപാട് വിശ്വാസങ്ങൾ, ബിലീഫ് ഉണ്ട് അല്ലെ, പരമ്പരാഗതമായിട്ടുള്ള വിശ്വാസങ്ങൾ. ഈ വിശ്വാസങ്ങളൊക്കെ നമുക്ക് കിട്ടിത്തുടങ്ങുന്നത് എവിടെ നിന്നാണ്, വീട്ടിൽ നിന്നാണ്. അതുപോലെ പെർസ്പെക്ഷൻസിൽ നമ്മൾ ഓരോ എന്താ പറയുക, നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ അല്ലെ. ഇപ്പൊ നോക്ക്, ഒരുപാട് കുട്ടികളുടെ ഇടയിൽ ഞാൻ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ കുട്ടികളും ഒരേ രീതിയിലായിരിക്കില്ല ഉത്തരം പറയുക. ഓരോ കുട്ടിയുടെയും കാഴ്ചപ്പാടിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ. അതിൽ പല കുട്ടികളുടെയും കാഴ്ചപ്പാട് ചിലപ്പോൾ അവരുടെ വീട്ടുകാരുടെ കാഴ്ചപ്പാടായിരിക്കും. നല്ല പണമുള്ള വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയോ ദരിദ്ര കുടുംബത്തിൽ നിന്ന് വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയെ കുറിച്ചോ ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് ചിലപ്പോൾ അഭിപ്രായം ചോദിച്ചാൽ രണ്ട് കുട്ടിക്ക് രണ്ട് അഭിപ്രായമാണ് ഉണ്ടാവുക അല്ലെ. ഞാൻ വിദ്യാഭ്യാസ സമ്പന്നമായ വീട്ടിൽ നിന്ന് വരുന്ന ഒരു കുട്ടീനോടും സാധാരണ ഒരു കർഷക കുടുംബത്തിൽ വരുന്ന ഒരു കുട്ടീനോടും അഭിപ്രായം ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കുട്ടിക്ക് ചിലപ്പോൾ രണ്ട് അഭിപ്രായമായിരിക്കും ഉണ്ടാവുക. ജനറൽ കേസിനെ കുറിച്ചാട്ടോ നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത്, എക്സംഷൻസ് എല്ലായിടത്തും ഉണ്ടാവും അല്ലെ. അപ്പൊ എന്താ നമ്മൾ ഇതിന് മനസ്സിലാക്കുന്ന കാര്യം എന്താണ്, ഏതൊരു വ്യക്തിയുടെയും അഭിപ്രായ രൂപീകരണത്തിൽ അല്ലെ, ഒപ്പീനിയൻ ഫോർമേഷനിൽ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, വീടുകളിൽ വെച്ചിട്ട് നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, പൊളിറ്റിക്സ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ബിലീഫ്സ്, വിശ്വാസങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, റിലീജിയൻ, മതങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ എന്ത് ചെയ്യുന്നു, ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്ന മക്കൾ എന്ത് ചെയ്യുന്നു, കേട്ട് മനസ്സിലാക്കിയിട്ട് അവരുടെ അഭിപ്രായ രൂപീകരണത്തിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അറിയാതെ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഓക്കെ, അടുത്തതാണ് എന്ത്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. എടാ മക്കളെ, ഒരു വിഷയത്തെ കുറിച്ച് ഞാൻ അഭിപ്രായം ചോദിക്കാം. നല്ല വിദ്യാഭ്യാസമുള്ള ഒരാളുണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരാളുണ്ട്. രണ്ടാളുകളുടെയും അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവും, സ്വാഭാവികമായിട്ടുണ്ടാവും. ഞാനൊരു എക്സാമ്പിൾ, വേറൊരു കാര്യം, ഒരു വിഷയത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ സാധാ കോളേജിൽ പഠിച്ചൊരു കുട്ടി, ആ കുട്ടിയോട് ഞാനൊരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. എന്നാൽ ഡൽഹിയിൽ, അലിഗഡിൽ, ജാമിയ മില്ലിയയിൽ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, ഡൽഹി യൂണിവേഴ്സിറ്റി പോലത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ചു വന്ന കുട്ടി, IIT നിന്ന് NIT എന്നൊക്കെ പഠിച്ചു വന്ന കുട്ടി, ഈ കുട്ടിയോട് ഞാനൊരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചു. രണ്ടാളും പഠിച്ചത് ഡിഗ്രി തന്നെ ആണെങ്കിലും രണ്ടാളുകളുടെയും അഭിപ്രായത്തിൽ എന്തുണ്ടാവും, വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താ, അവർ പഠിച്ചിട്ടുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ഇവരിൽ ഈ ഒരു വ്യത്യാസം കൊണ്ടുവന്നിട്ടുള്ളത് അല്ലെ. അപ്പൊ നമ്മൾ അറിയാതെ നമ്മളിൽ അഭിപ്രായ സ്വാതന്ത്ര്യം, നമ്മളിൽ എന്തുണ്ട്, അഭിപ്രായ രൂപീകരണത്തിൽ നമ്മൾ പഠിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ. അതുപോലെ ബാക്കി എല്ലാ കാര്യങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അല്ലെ. നമുക്ക് നോക്കാവുന്ന ഡെവലപ്പിംഗ് നോളജ്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നു, ആ ഡെവലപ്പിംഗ് നോളജ്, നമ്മൾ എന്ത് ചെയ്യുന്നു, അറിവ് വർദ്ധിപ്പിക്കുന്നു. എടാ മക്കളെ, അഭിപ്രായം പറയണമെങ്കിൽ, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് അഭിപ്രായം പറയണമെങ്കിൽ നമുക്ക്
നമുക്ക് അറിവ് വേണ്ടേ? ഒരു കാര്യത്തെക്കുറിച്ച് ഒന്നും അറിവില്ലെങ്കിൽ കയറി അഭിപ്രായം പറയാൻ പറ്റുമോ? അഭിപ്രായം പറയാൻ കഴിയോ? ഇല്ല. നമുക്ക് കൃത്യമായ അറിവുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ അഭിപ്രായം പറയാൻ പറ്റും, ഒപ്പീനിയൻ പറയാൻ പറ്റും അല്ലേ? അപ്പൊ മക്കളെ, ഒരു വ്യക്തിയുടെ അഭിപ്രായ രൂപീകരണത്തിന് അറിവിന്, നോളജിന് എന്തുണ്ട്? നല്ല പ്രാധാന്യമുണ്ട്. ഈ നോളജ് എവിടെ നിന്നാണ് കിട്ടുന്നത്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിന്നാണ് കിട്ടുന്നത് അല്ലേ? ഒരു വ്യക്തിക്ക് എന്തുമാത്രം റൈറ്റുകൾ, അവകാശങ്ങൾ ഉണ്ട് എന്ന് ആ വ്യക്തി മനസ്സിലാക്കുന്നത് എവിടുന്ന? സ്കൂളുകളിൽ നിന്ന് പഠിപ്പിക്കുമ്പോഴായിരിക്കും അല്ലേ? നമുക്ക് അവകാശങ്ങൾ മാത്രമല്ല, നമുക്ക് എന്തുകൂടെ ഉണ്ട്? ഒരുപാട് ഡ്യൂട്ടീസ്, കടമകളുണ്ട്. ഈ കടമകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നത് എവിടുന്ന? സ്കൂളുകളിൽ നിന്നാണ് അല്ലേ? അടുത്തെന്താണ്? സയന്റിഫിക് തിങ്കിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലേ? നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ എന്ത് ചെയ്യാണ്? നമ്മൾ ആളുകൾ ഇങ്ങനെ പറ്റിക്കുമായിരുന്നു. ആളുകൾ സ്കൂളുകളിലൊന്നും പോയിട്ടില്ല, സയൻസ് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും? ഇവരെങ്ങനെ പറ്റിച്ചിട്ട് ഈ പണ്ട് മതപുരോഹിതന്മാരും കാര്യങ്ങളൊക്കെ അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും? ഇവരെങ്ങനെ പൈസ ഊറ്റാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? പറ്റിക്കണ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പക്ഷെ ഇന്നത്തെ ആളുകൾ അങ്ങനെ പറ്റിക്കാൻ കഴിയുമോ? പറ്റിക്കുന്നവരുണ്ട്, പക്ഷെ അങ്ങനെയല്ല. അതിനൊരു അളവ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ? കാരണം എന്താ? ആളുകൾക്ക് വിദ്യാഭ്യാസം ഉണ്ട്, ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റും, ആളുകൾക്ക് എന്തുണ്ട്? സയന്റിഫിക് തിങ്കിങ് ഉണ്ട്, ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ശാസ്ത്രീയപരമായി ചിന്തിക്കുന്നുണ്ട്. അതുപോലെ എന്താണ്? ക്രിട്ടിക്കൽ തിങ്കിങ് അല്ലെ? വിമർശനാത്മകമായി ചിന്തിക്കുന്നുണ്ട് അല്ലെ? ഒരാൾ വന്നിട്ട് പറയാണ് ഇപ്പൊ എന്താണ്? ഇപ്പൊ പകലാണെന്നോ, ഇപ്പം രാത്രി വന്നിട്ട് പറയാണ് ഇപ്പൊ പകലാണെന്ന് അല്ലെ? നമ്മൾ സമ്മതിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താ? നമ്മൾ പഠിച്ച, വിദ്യാഭ്യാസം നേടിയ ആളുകളാണ്. നമ്മൾ എന്ത് ചെയ്യണം? ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കണം അല്ലെ? ഇപ്പൊ സൂര്യൻ ഇല്ലല്ലോ, സൂര്യൻ ഉണ്ടല്ലോ, അപ്പൊ എന്താണ്? പകലാണല്ല, രാത്രിയല്ല അല്ലെ? അത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാ. എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യരുത്? അതുപോലെ വിശ്വസിക്കുവോ? ഇല്ല. എന്തുകൊണ്ടാ? നമുക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് കാര്യങ്ങൾ എന്ത് ചെയ്യും? സയന്റിഫിക് തിങ്കിങ് നമ്മൾ ചെയ്യും അല്ലെ? നമ്മൾ അന്ധവിശ്വാസങ്ങളിലൊന്നും പോയിട്ട് അധികം പെടൂല. ഈ സയന്റിഫിക് തിങ്കിങ് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? അഭിപ്രായം പറയാൻ പറ്റും അല്ലെ? അപ്പൊ നോക്ക്, ഒരു എന്താ പറയുക, വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും കുറച്ചെങ്കിലും സയൻസ് അറിയും. മീൻസ് സയന്റിഫിക് ആയിട്ട് അദ്ദേഹം ഒരു ശാസ്ത്രീയപരമായിട്ട് എന്ത് ചെയ്യും? ചിന്തിക്കും. അപ്പോൾ ഒരു സ്കൂളിൽ പഠിക്കാത്ത ഒരാളും പഠിക്കുന്ന ഒരാളും തമ്മിൽ അവിടെ എന്ത് വരുന്നുണ്ട്? അഭിപ്രായ വ്യത്യാസം വരുന്നുണ്ട് അല്ലേ? അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്, വിമർശനാത്മക ചിന്തിങ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ? അടുത്തെന്താ? ഇൻഡിപെൻഡന്റ് ആൻഡ് റേഷണൽ ഒപ്പീനിയൻ അല്ലേ? ഏതെങ്കിലും ഒരു വിഷയത്തെ കുറിച്ചൊക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ട് അല്ലെ, യുക്തിപരമായിട്ടൊക്കെ അഭിപ്രായം പറയാൻ നമ്മൾ ആര് സഹായിക്കുന്നുണ്ട്? വിദ്യാഭ്യാസം അല്ലെ? നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്? നമ്മൾ സ്കൂളുകളിൽ നിന്ന്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ നടത്തുന്നുണ്ട് അല്ലെ? എന്തിനാണ് സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ നടത്തുന്നത്? വെറുതെ രസത്തിന് നടത്തുന്നതാണോ? അല്ല. ഈ കുട്ടികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാൻ. അതായത് ഭാവിയിൽ നമ്മൾ എലക്ഷൻ നടത്തിയിട്ടാണ് നമ്മളെ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുക എന്നുള്ളതും, നിങ്ങൾ വലുതായി കഴിഞ്ഞാൽ നിങ്ങൾ ഇലക്ഷനിൽ പങ്കെടുക്കേണ്ടി വരും, ഇലക്ഷനിൽ ഉദ്യോഗസ്ഥരായി പോകേണ്ടി വരും. ഇതൊക്കെയാണ് ഈ നാട്ടിലൊരു ജനാധിപത്യ പ്രക്രിയ എന്നൊക്കെ കുട്ടികളെ മനസ്സിലാക്കാനും അവർക്ക് അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനൊക്കെ ഉള്ള അവസരങ്ങൾ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, സ്കൂളുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ സ്കൂൾ പാർലമെന്റിനെ കൊണ്ടുവന്നത് ഉദ്ദേശിക്കുന്നത് അല്ലെ? ക്ലബ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുമ്പോൾ എന്ത് ചെയ്യും? അഭിപ്രായത്തിൽ വ്യത്യാസം വരും അല്ലെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു സാധാരണ കുട്ടിയും NSS, NCC, സ്കൗട്ട്, ഗൈഡ് പോലത്തെ ക്ലബ്ബുകളിലും സംഘടനകളിലൊക്കെ പങ്കെടുത്തൊരു കുട്ടിയും തമ്മിൽ എന്തുണ്ടാവും? അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവും ഇല്ലേ? സ്വാഭാവികമായിട്ടും ഈ രണ്ട് കുട്ടികൾ തമ്മിൽ അഭിപ്രായത്തിൽ വ്യത്യാസം ഉണ്ടാവും, ഇവരുടെ കാഴ്ചപ്പാടുകളിൽ വ്യത്യാസം ഉണ്ടാവും അല്ലെ? ഈ NCC, NSS കളൊക്കെയുള്ള കുട്ടികൾക്ക് ചിലപ്പം ഒരു സേവന മനോഭാവം, ഒരു സർവീസ് മെന്റാലിറ്റി ഉണ്ടാവും അല്ലെ? സ്വാഭാവികമായിട്ട് എന്താണ് ഈ ക്ലബ്ബ് ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? അവരുടെ ഒരു അഭിപ്രായ രൂപീകരണം, ഒരു ഒപ്പീനിയൻ ഫോർമേഷൻ, ആളുകൾ എന്ത് ചെയ്യുക? ഒരു നല്ല ഇതാക്കി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലെ? പിന്നെ സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള സ്പോർട്സ് ആൻഡ് എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ആളുകളുടെ ഒപ്പീനിയൻ ബൂസ്റ്റ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട് അല്ലെ? ഇപ്പൊ ഈ കൾച്ചറൽ ഫെസ്റ്റുകളിൽ, പണ്ട് സ്കൂളുകളിലൊക്കെ നടക്കുന്ന കൾച്ചറൽ ഫെസ്റ്റുകളിൽ, പ്രസംഗ മത്സരങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കാനും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പിന്നീട് ഇവരാണ് ഭാവിയിൽ എന്ത് ചെയ്യുന്നത്? രാഷ്ട്രീയത്തിലേക്കൊക്കെ വരുന്നത് കൂടുതലും അല്ലെ? പിന്നെ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നാട്ടിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഒരുപാട് എഴുത്തുകൾ വരും, ആർട്ടിക്കിളുകൾ വരും അല്ലെ? ഈ ആർട്ടിക്കിളുകളൊക്കെ എഴുതി പഠിക്കുന്നത് വരെ ഇവർ ആദ്യ പാഠങ്ങൾ സ്കൂളുകളിൽ നിന്ന് അവിടെ കൾച്ചറൽ ഫെസ്റ്റുകളിൽ ഉപന്യാസ രചനകൾക്ക് പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ? പ്രസംഗങ്ങൾക്ക് പങ്കെടുത്തിട്ടുണ്ടാവും, മോണോ ആക്റ്റുകൾക്ക് പങ്കെടുത്തിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ സ്കൂളുകളിലുള്ള മോണോ ആക്ട്, മൈം ആയിക്കോട്ടെ, കലോത്സവത്തിലെ പരിപാടികൾ, സ്റ്റേജ്, നോൺ സ്റ്റേജ് ആയിട്ടുള്ള പരിപാടികളൊക്കെ നമ്മൾ എന്ത് ഉപയോഗപ്പെടുത്താറുണ്ട്? നമ്മൾ അഭിപ്രായങ്ങൾ നമ്മൾ രേഖപ്പെടുത്താറുണ്ട് അല്ലെ? സമകാലിക വിഷയങ്ങളെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട് അല്ലെ? ലോകത്തിന്റെ പല ഭാഗങ്ങളിലും നമ്മുടെ രാജ്യത്തും കേരളത്തിലൊക്കെ നടക്കുന്ന വിവിധ സംഭവങ്ങളെ കുറിച്ച്, ഒരുപാട് എന്താ പറയുക, മാറ്റങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ചർച്ച ചെയ്യാറുണ്ട്. അതിനുള്ള വേദികളായിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനെ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മക്കളെ,
ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള ചോദ്യം ഹൗ ഫാമിലി ആൻഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻഫ്ലുവൻസസ് അല്ലെങ്കിൽ ഹൗ ദീസ് ഏജൻസീസ് വർക്ക് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ഓൺ ക്രിയേറ്റിംഗ് അല്ലെങ്കിൽ ഷേപ്പിംഗ് പബ്ലിക് ഒപ്പീനിയൻ അല്ലെ, ഒരു വ്യക്തിയുടെ അഭിപ്രായ രൂപീകരണത്തിൽ അല്ലെങ്കിൽ പൊതുജനാഭിപ്രായമൊക്കെ രൂപപ്പെടുത്തുന്ന സമയത്ത് ഫാമിലിയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ എത്രത്തോളം സ്വാധീനം ചെലുത്തുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ മക്കളെ? ശ്രദ്ധിക്കുക. എന്തായാലും ഈ ഭാഗത്തുനിന്ന് ചോദ്യം വരും. ചോദ്യം ഇങ്ങനെയായിരിക്കും, ഒന്നെങ്കിൽ ഫാമിലി എങ്ങനെ ഷേപ്പ് ചെയ്യുന്നു ചോദിക്കും, അതേപോലെ തന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ഒരു ഏജൻസി, ഈ ഒരു ഏജൻസി എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയാണ് നമ്മുടെ അഭിപ്രായം അല്ലെ ഒപ്പീനിയൻ ഫോർമേഷനിൽ എന്ത് ചെയ്യുന്നത്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നൊക്കെ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഇനി അടുത്തതായിട്ട് നമുക്ക് മൂന്നാമത്തതായിട്ട് നമുക്ക് പിയർ ഗ്രൂപ്പുകളെ കുറിച്ച് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. സമപ്രായക്കാർ അല്ലെ, അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ ആയിക്കോട്ടെ, ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ സമപ്രായക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, സ്വാധീനം ചെലുത്തുന്നുണ്ട് അല്ലെ. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം മീഡിയനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മീഡിയ എന്താണ് നമുക്കറിയാം, പ്രിന്റഡ് മീഡിയ ഉണ്ട്, ന്യൂസ് പേപ്പറുകളുണ്ട്, റേഡിയോ ടെലിവിഷനുകളുണ്ട്, അതേപോലെ സോഷ്യൽ മീഡിയകളുണ്ട് അല്ലെ. ഒരു വ്യക്തി ഒരേ പേപ്പർ തന്നെ, ന്യൂസ് പേപ്പർ തന്നെ എല്ലാ ദിവസവും വായിച്ചു കഴിഞ്ഞാൽ അത് രാഷ്ട്രീയ പാർട്ടിൻ്റെതായിക്കോട്ടെ, ഏതെങ്കിലും മതസംഘടനകളുടേതായിക്കോട്ടെ, സ്വാഭാവികമായിട്ടും നമ്മുടെ അഭിപ്രായം എന്തായിട്ട് മാറും, നമ്മൾ വായിക്കുന്ന പേപ്പറിലെ അഭിപ്രായമായിട്ട് മാറും അല്ലേ. അതുപോലെ നമ്മൾ കാണുന്ന TV ചാനലുകളായിക്കോട്ടെ, നമ്മൾ കാണുന്ന റിയാലിറ്റി ഷോകളായിക്കോട്ടെ, നമ്മൾ കാണുന്ന രാത്രി ചർച്ചകളായിക്കോട്ടെ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളിൽ നമ്മളറിയാതെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മളറിയാതെ നമ്മളിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഒപ്പീനിയൻ ഫോർമേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലേ. അതേപോലെ തന്നെ എന്താണ്, നമ്മുടെ സോഷ്യൽ മീഡിയകളുടെ കാലഘട്ടമാണ് അല്ലേ. അപ്പോൾ ഈ സോഷ്യൽ മീഡിയക്ക് എന്ത് ചെയ്യുന്നുണ്ട്, എത്രത്തോളം നമ്മുടെ അഭിപ്രായ രൂപീകരണത്തിൽ ഒപ്പീനിയൻ ഫോർമേഷനിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് നമുക്ക് എവിടെ പഠിക്കാനുള്ളത്, മീഡിയൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. പിന്നെ നമുക്ക് പൊളിറ്റിക്കൽ പാർട്ടീസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. ദെൻ ആറാമത് നമുക്ക് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കാനുണ്ട്. പിന്നെ ഒപ്പീനിയൻ പോളിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആർട്ട് ആൻഡ് ലിറ്ററേച്ചറിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് അല്ലെ, ഫാമിലി, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, പിയർ ഗ്രൂപ്പ്സ്, മീഡിയ, പിന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, ദെൻ എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഒപ്പീനിയൻ പോൾ, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ, ഇതിലേതെങ്കിലും രണ്ടെണ്ണം മിനിമം എന്ത് ചെയ്യും, രണ്ടെണ്ണെങ്കിലും നിങ്ങളുടെ അരക്കൊല്ല പരീക്ഷയ്ക്കും മോഡലിനും പബ്ലിക്കിനും ഒക്കെ ചോദിക്കും എന്നുള്ള കാര്യത്തിൽ എന്തില്ല, ഒരു സംശയമില്ല, 100% ഉറപ്പാണ് ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ എന്ത് ചെയ്യുക, വൃത്തിക്ക് പഠിച്ചു പോവുക. നമ്മളിപ്പോൾ സമയപരിമിതി മൂലം ഇപ്പോൾ രണ്ടെണ്ണമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ഫാമിലിയും എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനും. മക്കളെ, ഈ സോഷ്യോളജിയിലെ ചാപ്റ്ററാണ് ഇതൊക്കെ. സോഷ്യോളജിയും പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ചാപ്റ്ററാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, പുസ്തകത്തിൽ പഠിച്ച സാധനം അതുപോലെ ഇങ്ങനെ ബൈകാട്ട് പഠിക്കാതെ അതിലെ കീ വേർഡുകൾ പഠിക്കുക. എന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ, നിങ്ങളുടേതായിട്ടുള്ള പെർസ്പെക്ഷൻസ്, കാഴ്ചപ്പാടുകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, എത്ര മാർക്കിനാണോ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്നുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് ഇതൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് ഒന്ന് ശരിയായ രീതിയിൽ ചിട്ടപ്പെടുത്തി എഴുതാണ് വേണ്ടത്. അതായത് ബുക്ക് അതുപോലെ ബൈഹാർട്ട് പഠിച്ച് എഴുതാനൊന്നും കഴിയൂല. അങ്ങനെ കഴിയുന്ന പോലെ എഴുതിക്കോളി, പക്ഷെ നമുക്ക് പ്രയാസമാണ്. നമ്മളെന്ത് കീ വേർഡുകളൊക്കെ പഠിച്ചു വെക്കുക, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ബാക്കി നമ്മുടേതായിട്ടുള്ള ഭാഷയിൽ എന്ത് ചെയ്യുക, മാക്സിമം അടിപൊളിയായിട്ട് നമ്മളൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ എഴുതി പിടിപ്പിക്കുക. ഓക്കെ അല്ലേ മക്കളെ? അപ്പോൾ നമ്മൾ രണ്ടെണ്ണമാണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, നമ്മൾ തൊട്ടടുത്ത ക്ലാസ്സുകളായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നോക്കും. ഇന്ന് എടുത്ത കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും ഞങ്ങൾ എന്ത് ചെയ്യും, മറുപടി തന്നിരിക്കും. നിങ്ങൾ ഇതുപോലത്തെ ഇനിയുള്ള മറ്റ് ക്ലാസ്സുകളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഈ ഒരു ചാനൽ ഇല്ലേ, ഇൻ്റർവെല്ലിൻ്റെ ക്ലാസ് റൂം എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുക, ഈ ഒരു ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഒക്കെ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു. All the best.